അപ്പം കുറെ പേര് നമ്മുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈവ് ട്രേഡ് എടുക്കാൻ പറ്റുമോ, ലൈവ് ട്രേഡ് എടുക്കാൻ പറ്റുമോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് SMC കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഇതിൽ ലൈവ് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിന്റെ സ്റ്റുഡൻസിനെ മനസ്സിലാവുള്ളൂ. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് അത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഗോൾഡാണ്. ഗോൾഡില് എനിക്കൊരു ഞങ്ങളുടെ 3 ക്രൈറ്റീരിയ വെച്ചുള്ള ഒരു എൻട്രി ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 പിപ്സ് ആണ്. എന്റെ റിസ്ക് എന്ന് പറയുന്നത് 30 പിപ്പാണ്. ഓക്കെ, അപ്പൊ 30 പിപ്പിൽ റിസ്ക്കും 100 പിപ്സ് ടാർഗറ്റും. ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എന്റെ ഏകദേശം 40 പിപ്സ്. ഇവിടെ എത്തുമ്പോൾ എനിക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് വരിക. ഇതാണ് എന്റെ എൻട്രി സെറ്റപ്പ്. അപ്പം ലൈവായിട്ട് ഞാൻ അതിൽ ട്രേഡ് എടുക്കാൻ പോവാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അത് നമ്മുടെ എൻ്റെ ആപ്പിൽ MT5 ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതിലത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്ന ട്രേഡ്. അതിൽ എനിക്ക് സെല്ലാണ് ചെയ്യാനുള്ളത്, സെൽ ലിമിറ്റ്. അപ്പൊ ഇതിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം. ജസ്റ്റ് ഇതൊരു ലൈവ് ട്രേഡിൽ കാണിക്കുന്നത് മാത്രം. അപ്പൊ എന്റെ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ 24.75.06 ആൻഡ് SL പോയിന്റ് എന്ന് പറയുന്നത് 24.78.10 ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 24.65.03. ഇതിൽ ഞാൻ എന്റെ സ്പ്രെഡ് ആഡ് ചെയ്യണം. സ്പ്രെഡ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താക്കുക, പ്രോപ്പർ ആയിട്ട് നോക്കുക. ദെൻ 78.10.36 ഇതാണ് എന്റെ സ്പ്രെഡ്. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ 1 ലോട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഗോൾഡിൽ. എന്റെ റിസ്ക് എന്ന് പറയുന്നത് $300 ആയിരിക്കും. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $1000 ആയിരിക്കും. ഈ $300 റിസ്ക് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ അടക്കം ഒരു 300 സംതിങ് പോകും. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എൻട്രി ഇവിടെ എടുക്കാനായിട്ടുണ്ട്. അപ്പം എൻട്രി പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, 1 ലോട്ടിൽ ഞാൻ എക്സ്റ്റേണൽ വരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യില്ല. പാർഷ്യൽ എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എക്സ്റ്റേണൽ ടാർഗറ്റ് ചെയ്യുള്ളൂ. ഇതാണ് എന്റെ എൻട്രി പോയിന്റ് ആൻഡ് ഇതാണ് എന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇത്. സെക്കൻഡ് ടാർഗറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 100 പിപ്സ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രേഡിംഗ്. അതെന്താന്ന് എല്ലാവർക്കും അറിയാം, പഠിച്ചതാണ്. ട്രേഡിംഗ് റേഞ്ച് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ എക്സ്റ്റേണൽ ടാർഗറ്റ് വരിക. അപ്പം 1 ലോട്ടിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യണം. ഇവിടെ എത്തുമ്പോൾ എനിക്ക് അതിന്റെ ഒരു 80% ഞാൻ ക്ലോസ് ചെയ്യും. ബാക്കിയുള്ള പോയിന്റ് മാത്രം ഇങ്ങോട്ട് ഞാൻ റൺ ചെയ്യും. അതാണ് എന്റെ ഇന്നത്തെ പരിപാടി. അപ്പം എൻട്രി എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചെയ്യാം. നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ട്. പ്രൈസ് കറക്റ്റ് സ്നൈപ്പർ ഷോട്ട് കണ്ടോ, സ്നൈപ്പർ ഷോട്ടിൽ പ്രൈസ് എടുത്തു. ദെൻ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റിലോട്ട് പ്രൈസ് വരികയാണ്. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആണ്. പിന്നെ 0 റിസ്ക് ആണ്. എന്ന് വെച്ചാൽ ഈ റിസ്കിന് നമുക്ക് അഫക്റ്റ് അല്ല. അതിന് മേലോട്ട് പ്രൈസ് പോയാലും നമുക്ക് അവിടെ SL അടിക്കില്ല. ദെൻ അതിനുശേഷം സെക്കൻഡ് TP ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 80% ക്ലോസ് ചെയ്യും. ആൻഡ് ബാക്കിയുള്ള 20% അത് നമ്മൾ ഇങ്ങോട്ട് റൺ ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. എൻട്രി എടുത്തു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാം. അതിനുശേഷം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് SMC കൺസെപ്റ്റ് ആണ്. SMC കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പക്ഷെ ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുന്നത് അഡ്വാൻസ് SMC വെച്ചിട്ടായിരിക്കും. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് ട്രേഡ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാത്തത്. എന്ന് വെച്ചാൽ ഞാൻ ആ കൺസെപ്റ്റ് എടുക്കുന്നത് നിങ്ങൾ പഠിച്ചത് വേറെ, അപ്പൊ പഠിപ്പിച്ചത് വേറെ, നിങ്ങൾ കാണുന്നത് വേറെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പക്ഷെ കുറച്ചധികം ഇങ്ങനെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാനൊരു ലൈവ് ട്രേഡ് എങ്കിലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ളത് ഇവിടെ എത്തുമോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് 2 എക്സ്പെക്ടേഷൻസ് ആണ്. പ്രൈസ് വേണേൽ തിരിച്ച് മേലോട്ട് കയറി പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം അല്ലെ. നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതാണ്, നടന്നാൽ ഓക്കെ, മേലോട്ട് പോയാലും ഓക്കെ. കാരണം നമുക്ക് പ്രോപ്പർ റിസ്ക് ആണ്, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള റിസ്ക് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ പ്രോപ്പർ റിസ്കിലാണ് നമ്മൾ ട്രേഡ്സ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അത് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് റിസ്ക് ഇല്ല. പിന്നെ പ്രൈസ് കയറി പോയാലും നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ആൻഡ് സെക്കൻഡ് TP ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 80% ക്ലോസ് ചെയ്യാം. അപ്പൊ 80% പ്രോഫിറ്റ്സ് നമ്മുടെ കയ്യിലായി. പിന്നെ പ്രൈസ് എന്ത് ചെയ്താലും നമുക്ക് റിസ്ക് ഇല്ല, പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. 80% തിരിച്ചു കയറി പോയാലും റിസ്ക് ഇല്ല, താഴോട്ട് വന്നാൽ ബെറ്റർ അല്ലെ. അപ്പം ഇത് ഏഷ്യൻ കൺസെപ്റ്റ് ആണ്. അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഏഷ്യൻ കൺസെപ്റ്റ്. അതും ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് ഒരു കൺസെപ്റ്റ് ആണ്. അത് ആ കോഴ്സിലാണ് ഞാനത് പഠിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പം എന്തായാലും മാർക്കറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ എൻട്രി എടുത്ത് ലണ്ടൻ സെക്ഷനിലാണ്. ലണ്ടൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ 12:30ക്കാണ് നമ്മൾ സെക്ഷൻ, ആ സമയത്താണ് കറക്റ്റ് എൻട്രി വന്നത്. അപ്പം ആ സമയത്താണ് നമ്മൾ എൻട്രി എടുത്തത്. സെക്ഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പം പ്രൈസ് എന്താണ് ചെയ്യുന്നത് നമുക്ക് ലൈവായിട്ട് ഇരുന്ന് നോക്കാം. ഓക്കെ, ഈവൻ പോയിന്റിൽ എത്തി തൊട്ടിട്ടില്ല, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാം. അപ്പൊ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മോഡിഫൈ ചെയ്യുന്നു, നമ്മുടെ ഓർഡർ മോഡിഫൈ ചെയ്യുന്നു, അതിനുശേഷം അത് സെറ്റ് ചെയ്യുന്നു. അത് എങ്ങനെയാന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഇത് ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യാം. അപ്പൊ ബ്രേക്ക് ഈവൻ എന്താണെന്ന് അറിയാത്തവർക്ക് അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്താണ്, എന്നാലും ഞാൻ പറയാം. ബ്രേക്ക് ഈവൻ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ എനിക്ക് റിസ്ക് ഉണ്ട് എന്ന് വെച്ചാൽ പ്രൈസ് തിരിച്ച് കയറിപ്പോയി മേലോട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ $300 പോകും. പക്ഷേ ഞാൻ ഈ പ്രൈസ് താഴോട്ട് ഇതിന്റെ താഴെ പോയി കഴിഞ്ഞ് ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി പോയിന്റിലോട്ട് എക്സിറ്റ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കൺവേർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് എന്റെ എൻട്രി പോയിന്റ് 100 രൂപയെന്ന് വിചാരിക്കാം. 100 രൂപയാണ് എന്റെ എൻട്രി പോയിന്റ്. കുറച്ച് ബൾക്കി ആയിട്ട് കാണിക്കും. 100 രൂപയാണ് എന്റെ എൻട്രി പോയിന്റ്. എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 130 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ 30 രൂപ എനിക്ക് റിസ്ക് ആണ് ഇവിടെ ഉള്ളത്. സോറി, 130 ആണെങ്കിൽ 30 രൂപ എനിക്ക് ഇവിടെ റിസ്ക് ആണുള്ളത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ 130 എഡിറ്റ് ചെയ്ത് അത് 100 തന്നെ കൊണ്ടുവെക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, പിന്നെ പ്രൈസ് 100 വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആയി പോകും. നമുക്ക് പ്രൈസിന് മേലോട്ട് പോയാലൊന്നും വേവലാതി ആവേണ്ട കാര്യമില്ല. കാരണം 100 വന്ന് ഹിറ്റ് ചെയ്താൽ എൻട്രി വാങ്ങിയെടുത്ത് തന്നെ നമ്മളെ വിറ്റ് എക്സിറ്റ് ആയി പോകും. പിന്നെ മേലോട്ട് പോയാൽ നമുക്ക് റിസ്ക് ഇല്ല. അതാണ് സിമ്പിൾ ആയിട്ട് വന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പം ഇതിന്റെ താഴോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ മെല്ലെ അനങ്ങുകയാണ് ചെയ്യുന്നത്. നോക്കാം. ഇത് ബ്രേക്ക് ചെയ്താലേ ഒരു 40 പോയിന്റ്സ് നമുക്ക് കറക്റ്റ് ക്യാപ്ചർ ആവുള്ളൂ. 40 എന്ന് പറയുന്നത് കുറച്ചും കൂടെ താഴെ വേണം. ഈ വിക്ക് ബ്രേക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ കറക്റ്റ് 40. ഞാൻ വരച്ചതിൽ മിസ്റ്റേക്ക് വന്നു. ഇതാണ് എന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇത് ബ്രേക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തുള്ളൂ. അപ്പൊ അത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നമ്മുടെ റിസ്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു എൻട്രി ഏതെങ്കിലും ഒരു പെയറിലൊക്കെ എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ബ്രേക്ക് ഈവൻ പോയിന്റ് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കണം. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ് നമ്മുടെ ക്യാപിറ്റലിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിക്കും പ്രൈസ് തിരിച്ച് കയറി ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ നമ്മൾ ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആവില്ല. ആയിക്കോട്ടെ, നമുക്ക് അതിലൊന്നും പ്രശ്നമില്ല. നമ്മുടെ ക്യാപിറ്റൽ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. നേരെ മറിച്ച് പ്രൈസ് അവിടെ നിന്ന് തിരിച്ച് മേലോട്ട് കയറി പോകുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ $300 അവിടെ പോയി. അങ്ങനെ പോകാൻ പാടില്ല. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്ന എപ്പോഴും നമ്മൾ നോക്കണം. അപ്പം ഏത് പെയറിൽ എടുക്കുകയാണെങ്കിലും നിങ്ങൾ ബ്രേക്ക് ഈവൻ, ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ബ്രേക്ക് ഈവൻ പോയിന്റ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ മണി നമ്മൾ ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ട് റിസ്ക് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇവിടം വരെ നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നു, ഇവിടം മുതൽ ഇവിടം വരെ നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നു, അതിന് താഴോട്ട് പോയാൽ എനിക്ക് റിസ്ക് ഇല്ല. ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു കയറിപ്പോയാലും ഞാൻ റിസ്ക്കിയാണ്, കാരണം എന്റെ പ്രൈസ് ബ്രേക്ക് ഈവൻ പോയിന്റ് തൊട്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. സോ നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ പ്രൈസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. 50% വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കത് ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം, എന്താ ട്രേഡ് 1 സെക്കൻഡ്, ബ്രേക്ക് ഈവൻ കഴിഞ്ഞ് താഴോട്ട് പോവാണ്. അപ്പൊ ഇനി നമുക്ക് റിസ്ക് ഇല്ല, ട്രേഡിൽ നമുക്ക് ഇനി റിസ്ക് ഇല്ല. എന്ത് ചെയ്യാം, നമ്മൾ MT5 എടുത്തു, ട്രേഡ് റണ്ണിങ് ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഞാൻ അത് ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യുന്നു. ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യുന്നതിന് നമ്മുടെ എൻട്രി പോയിന്റ് ആദ്യം കണ്ടുപിടിക്കാം. എൻട്രി പോയിന്റ് കണ്ടുപിടിച്ചു, ദെൻ ഡബിൾ ക്ലിക്ക്, യെസ്, എൻട്രി പോയിന്റ് 24.74.95. അത് എന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യാം. 24.74.95 പ്ലസ് എന്റെ സ്പ്രെഡും കൂടെ കൂട്ടാട്ടോ, അല്ലെ കറക്റ്റ് അവിടെ എത്തുമ്പോൾ നമ്മൾ എക്സിറ്റ് ആയി പോകും. 95, ഓക്കെ, 21. ഓക്കെ, സോ ഐ ആം റിസ്ക് ഫ്രീ. ഇനി ഈ ട്രേഡിൽ എനിക്ക് റിസ്ക് ഇല്ല. ക്ലിയർ, എന്റെ ട്രേഡ് റണ്ണിങ് ആണ്, എനിക്കിതിൽ റിസ്ക് ഇല്ല. അപ്പൊ നമ്മൾ ബ്രേക്ക് ഈവൻ ആക്കി. ഇനി നമ്മുടെ എക്സ്പെക്ടേഷൻ പോലെ പ്രൈസ് താഴോട്ട് പോവാം, മേലോട്ട് പോവാം. മേലോട്ട് പോയാൽ എനിക്ക് റിസ്ക് ഇല്ല, 0-ൽ ഞാൻ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ പോയിന്റ് കമ്മീഷനിൽ ഞാൻ എക്സിറ്റ് ആവും. അതല്ല പ്രൈസ് താഴോട്ടാ വരുന്നെങ്കിൽ ഇവിടെ 80% ഞാൻ ക്ലോസ് ചെയ്യും, ബാക്കി 20% താഴോട്ട് ഞാൻ റൺ ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ 80% എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ 100 ടിപ്സ് വരുന്നത് കേട്ടോ. ഞാൻ വെറും 10 എന്ന് ഇവിടെ കാണുന്ന 100 ടിപ്സ് ആണ്. അപ്പൊ 100 ടിപ്സ് നമ്മുടെ ഫുൾ ടാർജറ്റ് അല്ല. നമ്മുടെ ഫുൾ ടാർജറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, 23 പിപ്സ് ആണ്. എന്ന് വെച്ചാൽ 230 പിപ്പ് വരും, 23 പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ 80% ക്ലോസ് ചെയ്യും. എന്ന് വെച്ചാൽ എന്റെ ശരിക്കുള്ള എന്റെ സ്റ്റുഡൻസിന്റെ ഒക്കെ RR റേഷ്യോ എന്ന് പറഞ്ഞാൽ 100 പിപ്സ് ആണ് പെർ ഡേ കഴിഞ്ഞു. അത് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞു. പക്ഷെ
ഇത് എടുക്കുന്നു വളരെ മൈന്യൂട്ട് ഒരു പോയിന്റ് മാത്രമേ ഞാൻ താഴോട്ട് റൺ ചെയ്യുന്നുള്ളൂ. അപ്പം 80 എന്നുള്ളത് ഞാൻ അവിടെ മാറ്റിയിട്ടത് 90% ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അത് 90% ഇവിടെ ക്ലോസ് ചെയ്ത് ബാക്കി 0.10 മാത്രമേ ഇങ്ങോട്ട് വിടുന്നുള്ളൂ. ബാക്കി 0.10 എന്തായാലും ഇങ്ങോട്ട് റണ്ണിങ് ഉണ്ടാവും. 23 എന്ന് വെച്ചാൽ 230.43 പിപ്പ് വരെ ഞാൻ റൺ ചെയ്യാൻ വിടും. ഇവിടെ നമ്മൾ നമ്മുടെ 90% ക്ലോസ് ചെയ്യും. ഓക്കെ, ട്രേഡിംഗ് റേഞ്ച് വെച്ചിട്ടാണ് എൻട്രി എടുക്കുന്നത്, നമുക്ക് ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാം. എന്നാലും ഞാനത് 90% അവിടെ ക്ലോസ് ചെയ്യുന്നു, കാരണം 100 പിപ്സ് ആണ് ടാർഗറ്റ് കിട്ടുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം ഇവിടെയാണ് ഇപ്പോൾ പ്രൈസ് കളിക്കുന്നത്, കൺസൾട്ടേഷൻ ആയിട്ട് കളിക്കുന്നുണ്ട്. ഇവിടം വരെ ഒരു ബൾക്കി മൂവ്മെന്റ് തന്നു, ഇവിടെ എന്താ കളിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇത് എന്തായാലും ഇവിടെ വരുന്നതാണ് എക്സ്പെക്ടേഷൻ. ഓക്കെ, നോക്കാം. എക്സ്പെക്ടേഷൻ പോലെ പ്രൈസ് എക്സ്റ്റേണൽ അല്ല, നമ്മൾ 100 പിപ്സിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി നമ്മളത് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ MT5 ആപ്പിൽ പോകുന്നു. അതിനുശേഷം അത് 90% ആണ് ഞാൻ ഇതിൽ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് 90% എന്ത് ചെയ്യുന്നു, മോഡിഫൈ കൊടുക്കുന്നു. 90% കൊടുത്തിട്ട് നമ്മൾ അതിൽ ക്ലോസ് വിത്ത് പ്രോഫിറ്റ് എക്സിറ്റ് കഴിഞ്ഞു. അപ്പൊ 90% ക്ലോസ് ചെയ്തു, ബാക്കി 10 റണ്ണിങ് ആണത്. എക്സ്റ്റേണൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ബാക്കി 10 ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും, കാരണം അവിടെ നമ്മൾ TP സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ എക്സ്റ്റേണൽ ടാർഗറ്റ് ഇതാണ്. പോയിന്റ് സംതിങ് റണ്ണിങ് ഉള്ളത്, മേലോട്ട് വരും താഴോട്ട് വരും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 100 പിപ്സ് നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ലൈവ് ട്രേഡിങ്ങിനെ കുറിച്ച് പറയാൻ. അഡ്വാൻസ് SMC കൺസെപ്റ്റ് വെച്ചാണ് എടുത്തത്, അതുകൊണ്ടാണ് SMC വെച്ചിട്ട് ഞാനത് പറയാത്തത്. കാരണം ഞാൻ പഠിപ്പിച്ചതൊന്നും വേറെ ഒന്നും ആവാത്ത രീതിക്കാണ് ഞാൻ അതങ്ങനെ നിങ്ങളുടെ കൺഫ്യൂഷൻ ആക്കാത്തത്. അഡ്വാൻസ് SMC കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ എടുത്ത എൻട്രിയാണ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഇനി പിന്നെ ഒരു വീഡിയോയിൽ മോഡിഫിക്കേഷൻ പിന്നെ അക്കൗണ്ടുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. അപ്പോൾ കാണാം. ഓക്കെ, ദെൻ ബൈ.